കാണാൻ കൊള്ളാവുന്ന അതല്ലെങ്കിൽ തണ്ടും തടിയുമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ കെട്ടിയവനെയും പിള്ളേരെയും കളഞ്ഞ് അവൻ്റെ പിന്നാലെ പോയ ഒരുത്തി, അതും പോരാഞ്ഞ് നേരെ അവൻ്റെ കയ്യും പിടിച്ച് പഴയ നാട്ടിലെ ഉത്സവം ഘോഷിക്കാൻ എത്തിച്ചേർന്നാൽ എന്തായിരിക്കും ഹതഭാഗ്യനായ ആദ്യ ഭർത്താവിൻ്റെ പ്രതികരണം? ക്ഷമാശീലന്മാരായ വിവേകശാലികൾ മാനക്കേടോർത്ത് അവിടുന്ന് സ്ഥലം കാലിയാക്കും. പക്ഷേ പറഞ്ഞു തീരും മുമ്പ് രക്തം തിളയ്ക്കുന്ന ചില ഒറ്റച്ചൂടന്മാർ ചിലപ്പോൾ മുടിക്കുത്തിന് പിടിച്ചുലച്ച് അവളെ വശം കെടുത്തിയെന്നും വരാം. കഴിഞ്ഞ സീസൺ വരെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന ഭാവേന തൻ്റെ കൊമ്പിൽ പിടിച്ച് നടക്കുകയും തൻ്റെ മേൽ പുതിയ പുതിയ ശീലങ്ങളും ശൈലികളും കെട്ടിയേൽപ്പിച്ച് തന്നെ ഒരു വഴിക്കാക്കുകയും ചെയ്ത പാപ്പാൻ പെട്ടെന്നൊരു ദിവസം ഒരു കാരണവുമില്ലാതെ തന്നോടൊരു വാക്കുപോലും പറയാതെ എങ്ങോട്ടോ കടന്നുകളഞ്ഞയാൾ. അയാൾ പെട്ടെന്നൊരു നിമിഷം മറ്റൊരുത്തനെയും കെട്ടിപ്പിടിച്ച് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ തന്തയ്ക്ക് പിറന്ന ആൺകുരിപ്പുകൾ പൊട്ടിത്തെറിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കാമുകി കാമുക ബന്ധം പോലെയോ അല്ലെങ്കിൽ അതിനുമപ്പുറം വേണ്ടി വന്നാൽ ഉയിർ കൊടുക്കാൻ പോലും സന്നദ്ധമാവുന്നത്ര തീവ്രവും ഗാഠവുമായ ബന്ധം പുലർത്തുന്ന ആനകളും പാപ്പാന്മാരുമുള്ള കേരളത്തിലെ ഗജപരിപാലന മേഖലയിൽ പാപ്പാന്മാരുടെ കൂടുവിട്ട് കൂടുമാറ്റങ്ങൾ ആനകളെ വിഷാദ രോഗികളും വികാരജീവികളുമാക്കി മാറ്റുന്നുണ്ടോ എന്നത് പഠന വിഷയമാക്കേണ്ട കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾ പണ്ട് ആനയെന്നുണ്ടെങ്കിൽ തെങ്ങോല കൊണ്ട് ഇവരെ തൃപ്തിപ്പെടുത്താമായിരുന്നു. ഇപ്പോൾ ഈ ആനകളൊന്നും തെങ്ങോല തിന്നാത്തത് കാരണം പനമ്പട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ ആനയ്ക്കും ആവശ്യമായിട്ടുള്ള 15ഉം 20ഉം പനമ്പട്ട മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് ലോറിയിൽ ദിവസേന അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ നമുക്ക് അവർക്ക് ആനയൂട്ട് ഭക്തജനങ്ങളുടെ വകയായിട്ട് പ്രത്യേകം ഉണക്കലരി, പരിപ്പ്, മഞ്ഞൾ ഇതെല്ലാം കൂടി ഉള്ള ആനയൂട്ട് നടത്തുന്നതിനുള്ള നിവേദ്യച്ചോറ് തയ്യാറാക്കി ആനയൂട്ട് നടത്തുന്നുണ്ട്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനയെ കുളിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പ്രത്യേക മോട്ടോർ വെച്ച് ആനയ്ക്ക് പ്രത്യേക ടാങ്ക് സംവിധാനത്തോടു കൂടിയാണ് അത് ആനയെ കുളിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എഴുന്നള്ളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി എഴുന്നള്ളത്തിന് മാറ്റങ്ങളൊന്നും നമുക്ക് നടത്താൻ അവകാശമില്ല, കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനും നമുക്ക് അവകാശമില്ല. പക്ഷേ കൂടുതൽ എഴുന്നള്ളത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എഴുന്നള്ളത്തിന് കൂടുതൽ കാണികൾക്ക് ഇമ്പം നൽകുന്ന രീതിയിൽ കുടമാറ്റത്തിലാണെങ്കിലും തലയെക്കെട്ടിലാണെങ്കിലും പാറമേക്കാ ദേവസ്വത്തിൻ്റെ ഏറ്റവും പുതിയ ആനച്ചമയങ്ങളാണ് നമുക്ക് ഈ ആനകൾക്ക് വേണ്ടി ഈ ഉത്സവത്തിന് ഉപയോഗിക്കുന്നത്. നരസിംഹമൂർത്തിയും മഹാസുദർശനമൂർത്തിയുമാണ് തുറവൂർ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തികൾ. നരസിംഹമൂർത്തിയും ആനകളുമായി അത്ര രസത്തിലല്ല എന്നൊരു വിശ്വാസം പ്രചാരത്തിലുണ്ട്. എന്നുവെച്ചാൽ നരസിംഹ ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പുകൾ അത്ര സുഖത്തിലാവില്ല കലാശിക്കുക എന്നൊരു വിശ്വാസം ആനപ്രേമികളായ ഭക്തർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തുറവൂരിൽ വടക്കനപ്പൻ എന്ന നരസിംഹമൂർത്തിയാണ് പ്രധാന കാര്യകർത്താവെങ്കിലും ആനക്കാര്യങ്ങളിൽ കാര്യമായ ഒരു അസ്വാരസ്യം ഇന്നോളം ഉണ്ടായിട്ടില്ല. എഴുത്തച്ഛൻ ശ്രീനിവാസനും പാമ്പാടി രാജനും മംഗലാംകുന്ന് കർണനും അകമ്പടി സേവിക്കുമ്പോൾ തിരുനക്കര ശിവനെയും മാവേലിക്കര ഉണ്ണികൃഷ്ണനെയും പോലുള്ളവർ തിടമ്പേറ്റുക എന്ന വിസ്മയ കാഴ്ച ഒരുപക്ഷേ തുറവൂർ ദീപാവലിയുടെ മാത്രം പ്രത്യേകതയാവാം. തുറവൂർ ദീപാവലി ഉത്സവത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ തീരുകയല്ല, തുടരുക തന്നെയാണ്.